ഞാൻ കേട്ടില്ല. ഇല്ല, ഒരു ഭിന്നതയില്ല, ഒന്നുമില്ല, ഭിന്നതയില്ല. ഞാൻ ജതീഷ് എന്താണ് പറഞ്ഞതെന്നുള്ളത് കേട്ടിട്ടില്ല. അത് ശരിക്കും സംഘടനയ്ക്കെതിരെ കൂടിയാലോചന നടന്നിട്ടുണ്ട്. ഉണ്ട്. കൂടിയാലോചന നടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കൂടിയാലോചന നടക്കാതിരിക്കില്ല. അമ്മയിൽ ഒരു ഭിന്നതയില്ല. ജതീഷ് ഞാൻ പറഞ്ഞതിനെതിരായിട്ട് എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അമ്മ എന്ത് പറയുന്നു, സംഘടന എന്ത് പറയുന്നു എന്നുള്ളതാണ് കാതോർത്തിരുന്നത്. ഇന്നിപ്പോൾ അതിനൊരു മറുപടി വന്നു. പക്ഷേ മറുപടി ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു സൂചന, അവർ ഒരേ സമയം ഇരയ്ക്കൊപ്പമുണ്ട്, ഒപ്പം വേട്ടക്കാരനോടൊപ്പം ഓടുന്നു എന്നുള്ള സമീപനം. അതോടൊപ്പം ഈ പരാതിയിൽ ആര് പരാതി പറഞ്ഞു എന്ന് തങ്ങൾക്ക് ആർക്കും അറിയില്ല, ആർക്കെതിരെ പറഞ്ഞു എന്നറിയില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിനെ തന്നെ പൂർണ്ണമായും തള്ളുന്ന ഒരു പറ്റില്ല. റിപ്പോർട്ട് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ല, റിപ്പോർട്ടിനെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. റിപ്പോർട്ടിൽ പരാതി പറഞ്ഞതിൽ ഞങ്ങളുടെ അംഗങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ന ആളുകൾ ഇന്ന പരാതി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ള സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിപ്പോർട്ട് വളരെ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് നല്ല ചേഞ്ചസേ ഉണ്ടാവുള്ളൂ, ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കുള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനയിലുള്ള വനിതാ അംഗങ്ങൾക്ക് അത് ഗുണകരമായി തന്നെ വരുള്ളൂ. ഒന്നിനും ഒരു രീതിയിലും അത് ഒരു കാര്യത്തിലൊരു മോശം ഉണ്ടാവില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതെല്ലാം നിർത്തലാക്കേണ്ടതാണ്. അതെല്ലാം നിർത്തലാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ ഒരു നിയമം കൊണ്ടുവരണം. ആരെങ്കിലും ഒരു ഫോണിലൊരു മെസ്സേജ് ഇട്ടുന്ന കാസ്റ്റിങ്ങിന് കുട്ടികൾ പോകരുത്, അതിനുള്ളൊരു ബോധവൽക്കരണം ഒക്കെ നടത്തണം. അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നെങ്കിൽ ഇൻഡസ്ട്രി നന്നായിട്ട് പോവുള്ളൂ. കാരണം ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് പറയുന്നത് കേൾക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യം. അപ്പോൾ ഞങ്ങളെപ്പറ്റി ഒരു മോശമായ അഭിപ്രായം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ചെയ്യും. മാധ്യമങ്ങളുടെ സപ്പോർട്ടും അതിനുണ്ടാവണം. കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത് ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സിനിമയിലുള്ളവരാണല്ലോ ഏതായാലും കൊടുത്തിട്ടുള്ളത്, സർക്കാരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണെന്നത് പരിശോധിക്കാനോ അവരെ നേരിട്ട് വിളിച്ചു വരുത്തിയ വിഷയങ്ങളൊന്നും ചലച്ചിത്രം ചെയ്യാൻ പാടില്ല. ഞങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കാരണം അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. ആരാണ് മൊഴി കൊടുത്തതെന്ന് അവർ പോലും അത് വെളിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് അവരുടെ രഹസ്യ മൊഴികളാണത്. അതിന് അവരെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെടാനും പാടില്ല, അത് ആഗ്രഹിക്കാനും പാടില്ല. അത് രഹസ്യമായി തന്നെ ഇരിക്കണം. പക്ഷേ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യണം. അതല്ലാതെ ഞങ്ങളുടെ മെമ്പേഴ്സിൽ പലരും അറിഞ്ഞിട്ടില്ല, പോയിട്ടില്ല എന്നുള്ള വിവരം പറഞ്ഞുള്ളൂ. അല്ലാതെ മൊഴി കൊടുത്തവരെ ഞങ്ങൾ കണ്ടെത്താനോ ആ മൊഴി കൊടുത്തവരെ അന്വേഷിക്കാനോ ഞങ്ങൾ പോകില്ല. അത് പോകാൻ പാടില്ല. അവരത് വളരെ രഹസ്യ സ്വഭാവത്തിൽ ചെയ്ത കാര്യമാണ്. അത് രഹസ്യമായി തന്നെ ഇരിക്കണം. പക്ഷേ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നല്ല തീരുമാനങ്ങളുണ്ടാവട്ടെ, അതാണ് വേണ്ടത്. എന്താണ് റിപ്പോർട്ടർ എന്നെ ഇങ്ങനെ ഇല്ല, എല്ലാം നല്ല രീതിയിൽ വരട്ടെ, നന്നായി വരാൻ.